നമസ്കാരം, ന്യൂസ് 99 വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. തിരൂരിലെ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വിപണോത്സവം എന്ന പേരിൽ നടക്കുന്ന വ്യാപാരമേളയിൽ ഭക്ഷ്യവസ്തുക്കളും തുണിത്തരങ്ങളും ചെരുപ്പുകളും ബാഗുകൾ തുടങ്ങിയ എല്ലാവിധ വസ്തുക്കളും വളരെ വില കുറഞ്ഞ വിൽപ്പനയിലൂടെ വിപണനം നടത്തി സാധാരണക്കാരായ തിരൂരിലെ വ്യാപാരികൾക്ക് വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന ഈ മേളയ്ക്ക് കൊടുത്ത അനുമതി തിരൂർ നഗരസഭ പിൻവലിക്കണമെന്ന് തിരൂർ നഗരസഭയിലെ വ്യാപാരി വ്യവസായി സമിതി ആവശ്യപ്പെട്ടു. ഈ ആവശ്യം പരിഗണിച്ചില്ലെങ്കിൽ ഇതൊരു സൂചന മാത്രമായും കൂടുതൽ പ്രക്ഷോഭം നഗരസഭ നേരിടേണ്ടി വരുമെന്നും വ്യാപാരി വ്യവസായി സമിതി നേതാക്കളായ ഏരിയ സെക്രട്ടറി കെ ജാഫർ, മുനിസിപ്പൽ യൂണിറ്റ് സെക്രട്ടറി VK നിസാം തുടങ്ങിയവർ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടു. തിരൂർ ടൗണില് തിരൂർ മുനിസിപ്പാലിറ്റിക്ക് ഏറ്റവും കൂടുതൽ വരുമാനം കൊടുക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ ചെറുകിട വ്യാപാരികൾ. എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപ വ്യാപാരികളുടെ നികുതി പണത്തിൽ നിന്ന് ഈടാക്കിക്കൊണ്ട് ആ വ്യാപാരികൾക്ക് തന്നെ ഇരുട്ടടി എന്ന നിലയിലാണ് വളരെ മോശമായ രീതിയിൽ ഭരണസമിതി ഇത്തരം മഹാമേളകളുടെ പേര് പറഞ്ഞ് ചില കുത്തക വ്യക്തികൾക്ക് നമ്മുടെ ഈ വ്യാപാരത്തെ, ഈ ചെറുകിട വ്യാപാരികളെ തകർക്കുന്നതിന് വേണ്ടി കുറഞ്ഞ ചെലവിൽ ഭക്ഷ്യവസ്തുക്കൾ വരെ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി, തുണിത്തരങ്ങളും ഭക്ഷ്യവസ്തുക്കളും വരെ, ചെരുപ്പുകൾ മുതലായവ വിൽപ്പന നടത്തുന്നതിന് വേണ്ടി ഇങ്ങനെ തീരെഴുതി കൊടുത്തിട്ടുള്ളത്. പ്രിയ വ്യാപാരി സുഹൃത്തുക്കളെ, നല്ലവരായ നാട്ടുകാരെ, നമ്മൾ ഇന്ന് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധവുമായി വരാനുള്ള കാരണം, തിരൂർ നഗരസഭ സ്റ്റേഡിയത്തിന് മുൻഭാഗത്തുള്ള ഭാഗം വ്യത്യസ്ത രീതിയിലുള്ള കച്ചവടം ചെയ്യുന്നതിന്, ഫുഡ് ഐറ്റംസ്, ചെരുപ്പ്, വസ്ത്രം മറ്റു രീതിയിലുള്ള വ്യാപാരം ചെയ്യുന്നതിന് വേണ്ടി വളരെ കുറഞ്ഞ വില മഹാമേള എന്ന രൂപത്തിലുള്ള ഒരു വ്യാപാരം നടത്താൻ തിരൂർ നഗരസഭ അനുമതി നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ഈ വ്യാപാര മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മേളകൾ നടത്തുന്നത് ടൗണിൽ വാടക കൊടുത്ത് കച്ചവടം ചെയ്യുന്ന വ്യാപാരികൾക്ക് വളരെയധികം പ്രയാസമുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് നഗരസഭ ഇത്തരം സമീപനങ്ങൾ ചെയ്യുന്നത് വ്യാപാര മേഖലയെ തകർക്കും. മാത്രവുമല്ല, ഇപ്പോൾ ഈ മാസം 10-ാം തീയതി മുതൽ വ്യാപാരികൾക്ക് വാടകയ്ക്ക് 18% GST, കൂടാതെ ടൗണിൽ മുനിസിപ്പാലിറ്റി തന്നെ ഈ വർഷം 10% വാടക വർദ്ധിപ്പിച്ചത്. കൂടാതെ പ്രൈവറ്റ് മേഖലയിൽ എല്ലാ കാലത്തും നികുതി ഇനത്തിലൂടെ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന വ്യാപാരികളെ പരിഗണിക്കാതെ തിരൂർ നഗരസഭ വ്യാപാരികളോട് കാണിക്കുന്ന ഇത്തരം ക്രൂരതയിൽ നിന്ന് പിന്മാറണമെന്നും വ്യാപാരി വ്യവസായി സമിതി തിരൂർ യൂണിറ്റ് ശക്തമായി ആവശ്യപ്പെട്ടു. ന്യൂസ് 99 തിരൂർ.